ഗൈസ് അങ്ങനെ നമ്മളും സോളാറിലേക്ക് എത്തിപ്പെട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ടുള്ള മനസ്സിലൊരു ആഗ്രഹമായിരുന്നു സോളാർ വീട്ടിൽ വെക്കുക എന്നുള്ളത്. പിന്നെ ഒരു 2 വർഷം അതിൻ്റെ പുറകിലായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ യാദൃച്ഛികമായിട്ടാണ് നമ്മളുടെ മാത്രയിലുള്ള ശ്രീകാന്ത് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും സാർ ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും അങ്ങനെ നമുക്ക് യുദ്ധവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് നമുക്ക് ഗ്യാസ് കിട്ടാതെ വരികയും ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. അങ്ങനെ സാറിനെ വിളിച്ച് സംസാരിച്ചു. സാറ് വന്ന് സൈറ്റൊക്കെ കണ്ട് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് വരും. ഷീറ്റിനകത്ത് മേളിൽ സാധാരണ എല്ലാ ഷീറ്റിന് മേളിൽ 4 അടി ഹൈറ്റിലൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള പാത്തും കാര്യങ്ങളൊക്കെ ഏണിയും കാര്യങ്ങളൊക്കെ സാർ അതിനകത്ത് ഇൻക്ലൂഡിങ് ആക്കിയിട്ടാണ് നമുക്ക് കൊട്ടേഷൻ തന്നത്. ഞാൻ കുറച്ച് കൊട്ടേഷൻസ് ആൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വലിയ റേറ്റല്ല അത് നോക്കുമ്പോൾ. നല്ല രീതിയിൽ അപ്പോളോയുടെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാനൽ വരുന്ന 620 വോട്ടിൻ്റെ പുതിയ പാനലാണ്. സാധാരണ എല്ലായിടത്ത് 540 എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുള്ളത്. ഇത് 620 തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൂടുതലുള്ളൊരു പാനലാണ് ഇത് വരുന്നത്. നമ്മുടെ വർക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വരുമ്പോഴുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സോളാർ വെക്കുമ്പം നമ്മളുടെ വിചാരം എന്ന് വെച്ചാൽ കറണ്ട് ചാർജ് കുറയും, കറണ്ട് ചാർജിന് വേണ്ടി മാത്രമാണെന്ന്. അങ്ങനെയല്ല, ഗ്യാസ് നമുക്ക് അധികം ലാഭിക്കാൻ പറ്റും. ഇൻഡക്ഷൻ കുക്കറും ഇൻഡക്ഷൻ ഹോബ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുമാത്രമല്ല, നമ്മൾ വണ്ടി ഒരു 2 വീലറോ 4 വീലറോ ഇലക്ട്രിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ എടുത്തത് 3 ആയിരുന്നു ആദ്യമേ ബുക്ക് ചെയ്തത്. പിന്നീട് അത് മാറ്റിയിട്ട് 5 കിലോ വാട്ടിലേക്ക് മാറ്റി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം കുറച്ച് പേയ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിലും കണക്ഷൻ ഓൺ ഗ്രിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻപുട്ട് കപ്പാസിറ്റി നമ്മുടെ ലൊക്കാലിറ്റിയുള്ള ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. നമുക്ക് ആർക്കെങ്കിലും സോളാർ വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഗ്രീൻ ടെക് സൊല്യൂഷൻ, എനർജി സൊല്യൂഷൻ വന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് വ്യക്തമായിട്ട് അതിനെപ്പറ്റി നമുക്കൊരു ക്ലാസ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം. അവർ കമ്പൽസറി ഒന്നുമില്ല. നമുക്ക് ഓക്കെ ആണെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ മറ്റേ ബ്രെയിൻ വാഷിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് കാര്യം പറയും, നമുക്ക് മനസ്സിലാവുന്ന രീതി കാര്യം പറയും. അവർ അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ടുള്ള റേറ്റ് പറയും. ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം.